നമസ്കാരം. NDTV അവതരിപ്പിക്കുന്ന യുവർമണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് ഒട്ടനവധി പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു പുതുവർഷമാണ് പിറന്നിരിക്കുന്നത്. നമ്മുടെ യുവർമണി പുതുവർഷത്തിലെ ആദ്യ അധ്യായം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്നും അതിഥിയായി പങ്കെടുക്കുന്നത് ബെർജിയൽ ജുജിത്ത് ഫിനാൻഷ്യൽ സർവീസിന്റെ ഫൗണ്ടർ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായിരിക്കുന്ന KV ഷംസുദ്ദീൻ സാറാണ്. സാർ, യുവർമണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തത്സമയം വിളിക്കാം. പുതുവർഷത്തിൽ ഒരു സുസ്ഥിരമായ സാമ്പത്തിക ഭാവി എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ സാർ കൃത്യമായി പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നല്ലൊരു നിക്ഷേപം എങ്ങനെ ആരംഭിക്കാം, UAE പ്രവാസികളെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റ് കാലത്തിലേക്കൊക്കെ എത്തുമ്പോൾ നല്ലൊരു സാമ്പത്തിക ഭാവി ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വിളിച്ച് നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡ്വൈസുകളൊക്കെ തേടാവുന്നതാണ്. ഒപ്പം നിക്ഷേപിച്ച് നല്ല രീതിയിൽ ലാഭമൊക്കെ നേടിയ ആളുകൾക്ക് വിളിച്ച് പ്രേക്ഷകരുമായി അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഒരു മോട്ടിവേഷനൊക്കെ നൽകുകയും ചെയ്യാവുന്നതാണ്. ഒപ്പം സാറുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്നും നമ്മുടെ എപ്പിസോഡിലൂടെ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഇന്നത്തെ മാർക്കറ്റ് ഏത് രീതിയിലാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷകൾ? ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 78,199 മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് കാണുന്നത്. ഇനി പല കാരണങ്ങൾ കൊണ്ടും മാർക്കറ്റിൻ്റെ ആ ചാഞ്ചാട്ടം നമുക്ക് കുറച്ച് കാണേണ്ടി വരും. കാരണം ബഡ്ജറ്റ് വരുന്നുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളുണ്ട്. അന്തർദേശീയ തലത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ആളുകൾക്ക് അപാരമായ ആശങ്ക ഉണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്താ, ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് ഊതി വീർപ്പിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചൈനയിലെ റിപ്പോർട്ടുകൾ ചിലത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു കോവിഡ് പോലുള്ള അപകടത്തിലേക്ക് പോകുന്ന ഒരു സംഭവമല്ല ഇന്ന് ചൈനയിലുണ്ടായിട്ടുള്ള അസുഖത്തിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ എന്ന് തന്നെയാണ് വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും എല്ലാം തന്നെ പറയുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ചും നമ്മൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്, UAE ജീവിക്കുന്ന എല്ലാവർക്കും ഈ കഴിഞ്ഞ ഡിസംബർ 31 അർദ്ധരാത്രി എന്ന് പറയുന്നത് ഇവിടെ ജീവിച്ച ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആഘോഷങ്ങൾ കാണുവാനുള്ള അസുലഭ അവസരം ലഭിച്ച ഒരു ദിവസമായിരുന്നു. UAE എല്ലാ എമിറേറ്റ്സിലും നമുക്ക് കാണാൻ സാധിച്ചു. അത് ഓരോ വർഷം ചെല്ലും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ചും ഈ നൂറ്റാണ്ടിലെ 25 വർഷം തികയാൻ പോകുന്ന അല്ലെങ്കിൽ 25ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിന് അത്രമാത്രം ആഘോഷ തരിമ നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും പറഞ്ഞാൽ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ നാട്ടിൽ എത്രയോ കാലങ്ങളായി ജീവിക്കുന്നു. നമ്മളെല്ലാം ഇവിടെ വന്നത് എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാവണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ട് തന്നെയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. അതിനെ സംബന്ധിച്ച് അത്യാഗ്രഹം തന്നെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതുണ്ടെങ്കിൽ പോലും അത് ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള പ്രയത്നം നമ്മളിൽ എത്ര പേര് നടത്തുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആഗ്രഹമുണ്ടായാൽ പോരാ, ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തര പരിശ്രമം ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഡിസംബർ 31 അർദ്ധരാത്രി ആ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തു തോന്നി? കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ച് ഒരു ഓഡിറ്റിംഗ് നമ്മൾ നടത്തിയോ? ആ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്നും അതുകൊണ്ട് എത്ര ലാഭമുണ്ടാക്കിയെന്നും നമ്മുടെ ജീവിതത്തിന് എന്ത് ലാഭമുണ്ടാക്കിയെന്നും
ജീവിതത്തിന് എന്ത് നഷ്ടപ്പെട്ടു എന്നും, ഒരു വർഷം നഷ്ടപ്പെട്ടു, അതിനോടൊപ്പം ഏതെല്ലാം തരത്തിലുള്ള നഷ്ടം നമുക്കുണ്ടായി എന്നും ഇതെല്ലാം വിശദമായി പഠിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് പുതുവർഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ 15 വർഷം കഴിഞ്ഞു. ഇപ്പോൾ NTVയിൽ എല്ലാ വർഷവും ഈ ഒരു വിഷയം സംസാരിക്കാറുണ്ട്. അതിൽ പല ആളുകൾക്കും അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഈ സന്ദർഭത്തിൽ നമ്മളുടെ ജീവിതത്തെപ്പറ്റി, ഒരു കഴിഞ്ഞു പോയൊരു വർഷത്തെപ്പറ്റി ഒരു ഓഡിറ്റിംഗ് നടത്തുകയും എന്നിട്ട് ഈ 2025 എന്ന വർഷത്തിൽ ഞാൻ എന്ത് നേടിയെടുക്കും എന്നുള്ള കൃത്യമായ ഒരു തീരുമാനം എടുക്കുകയും നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ സഫലമാകണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ തന്നെ അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് പരിശ്രമിക്കാതെ ആഗ്രഹം കൊണ്ട് മാത്രം നമുക്കൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നാട് ജീവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തു. ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്, ഈ നാട്ടിൽ വന്ന ധാരാളം ആളുകൾക്ക് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ വിജയം കൈവരിച്ച അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പലരും നമ്മൾ ഓരോരുത്തരെയും പോലെയുള്ള ആളുകൾ തന്നെയായിരുന്നു അവർ. പക്ഷേ അവർക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു. അതിനെല്ലാം നമുക്ക് പലപ്പോഴും അവസരം കിട്ടാറുണ്ട്. അങ്ങനെ വിജയം കൈവരിച്ചവരുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള അവരുടെ സ്വയം വിശകലനങ്ങൾ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെയായി മാറിയതല്ല എന്നാണ്. നിരന്തരമായ പരിശ്രമം, നിരന്തരമായിട്ടുള്ള ആഗ്രഹങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ വർഷത്തിൽ ഞാൻ ഇന്നത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ എന്ത് നേടി അതിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് ഈ വർഷം എത്തിച്ചേരണമെന്നുള്ള ലക്ഷ്യം ഉണ്ടാക്കി തീർക്കുക. അതിനുവേണ്ടി കൃത്യമായി പ്രയത്നിക്കുക. അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പുകളും 365 ദിവസം എന്ന് പറയുന്നത് ഓരോ ദിവസവും ആ വിജയ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെയുള്ള ലക്ഷ്യബോധത്തോടു കൂടി നിരന്തര പരിശ്രമത്തോടുകൂടി ആയിരിക്കുന്നു ഇവിടെ വിജയിച്ച ഓരോ വ്യക്തികളും ഈ നിലയിലെത്തിയിട്ടുള്ളത്. നമ്മളുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത സാമ്പത്തിക നിലവാരത്തിലുള്ളവരായിരിക്കും. കുറഞ്ഞ വരുമാനക്കാരുണ്ടായിരിക്കും, ഇപ്പോൾ ഓൾറെഡി നല്ല നിലയിൽ എത്തിയവരായിരിക്കും, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. ആരായാലും ശരി, എല്ലാവർക്കും ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണോ അതിൽ നിന്ന് മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറുവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതുവർഷത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കണം. ഇന്ന് വരെ നമ്മളുടെ കഴിവുകളെയും നമ്മുടെ ബലഹീനതകളെയും അതെല്ലാം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ചില പ്രധാനപ്പെട്ട കഴിവുകളെല്ലാം ഉണ്ട് എന്ന്. ആ കഴിവുകൾ നമ്മുടെ വിജയത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കാൻ വിസ്മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹമാണ് ചില കഴിവുകൾ. ആ കഴിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി നമുക്ക്
മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ഒരു പക്ഷേ ഉയരുവാൻ സാധിക്കും. പക്ഷേ ഞാൻ കാണുന്നത് പലർക്കും അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകളെ തങ്ങളുടെ സ്വന്തം വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയ ശ്രമവും പോലും ചെയ്യുവാൻ മടി കാണിക്കുന്നവരായിട്ടാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുകയും ആ കഴിവുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ ജീവിത വിജയത്തിന് എന്ന് സ്വയം പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിൽ മാറ്റം ഉണ്ടായിത്തീരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാം ജീവിതകാലത്ത് ഇവിടെ എത്രയോ വർഷം ജീവിച്ച ആളുകളാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയ പലരും ഞാൻ ക്ലാസ്സുകളെല്ലാം നടത്തുമ്പോൾ ചോദിക്കാറുണ്ട്, അങ്ങനെ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ ഭയമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചില്ല, പലവിധ കാരണങ്ങൾ കൊണ്ടും സാധിച്ചില്ല എന്നുള്ള ഉത്തരം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അങ്കുരിച്ച ആ ഒരു മാറ്റത്തിനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ഫീൽഡിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം മറ്റു ചിലർ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും അവർ നിഷ്പ്രയാസം എന്താണോ നമ്മൾ ആഗ്രഹിച്ചു അതേ കാര്യം അവർ വിജയിക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു സുഹൃത്തിന് നമ്മളുടെ മനസ്സിൽ അങ്കുരിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലും അങ്കുരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുവാനും അദ്ദേഹം അതിനോടൊപ്പം പരിശ്രമിച്ചു. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് എല്ലാ തടസ്സങ്ങളും, ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം മറികടന്ന് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത് അയാളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാനുള്ള ശക്തമായ ഒരു തീരുമാനം കൊണ്ടാണ്, അതിന് ശക്തമായി അതിനു വേണ്ടി പ്രവർത്തിച്ചതും കൊണ്ടാണ്. അതേ സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ടായി, അത് ജീവിതത്തിൽ പകർത്താതിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും, ഒരു പക്ഷേ ഒരു ജോലിയൊരു വ്യക്തിയായിരിക്കും, ഒരു ജോലി നല്ലൊരു ജോലിയുള്ള ഒരാളായിരിക്കും. അപ്പോൾ തോന്നുന്നത് ഞാൻ ഈ ജോലി വിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരു പക്ഷേ അത് പരാജയപ്പെട്ടാൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും എന്തായിത്തീരും, ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലേ, അല്ലെങ്കിൽ എനിക്ക് ചില കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ഉണ്ട്, ആ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം നിറവേറ്റുവാൻ സാധിക്കാതെ വരില്ലേ. ഇങ്ങനെയുള്ള 100 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നങ്ങൾ ലോകത്തുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും ഉണ്ടായിരിക്കും. ഒരു രോഗമുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ടായിരിക്കും. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. പക്ഷെ അതിനുള്ള സന്നദ്ധത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായേ തീരും. ആ മനസ്സ്, അങ്ങനൊരു മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ മറികടക്കുവാനുള്ള കഴിവ് നമ്മളുടെ സ്വപരിശ്രമത്താൽ ഉണ്ടായിത്തീരും. അപ്പോൾ അതിനുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫീൽഡ് നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു ഫീൽഡായിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അജ്ഞമായ, നമുക്ക് അറിയാത്ത ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ അത് കുറേയും കൂടെ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള യത്നം. അതേ സമയത്ത് നമുക്കറിയുന്ന കാര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത്
അല്ലെങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. മറ്റൊരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ ജന്മനാൽ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും. ഈ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി തരുന്ന കാര്യമായി മാറും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ടാണ് നമുക്ക് തോന്നുക. ഞാൻ എന്തൊരു ജോലി ചെയ്യുന്നു, അതിലൊരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ല. അതേ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്നതൊരു ജോലി എന്നതിൽ ഉപരി നമുക്കൊരു സംതൃപ്തി തരുന്ന, സന്തോഷം തരുന്ന ഒരു മേഖലയായിട്ടാണ് നമുക്ക് തോന്നുക. അങ്ങനെ തോന്നുന്നവർക്ക് ആ മേഖലയിൽ വളരെ എളുപ്പത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു ഫീൽഡ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തേക്കും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പഴഞ്ചൻ മെത്തേഡുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കുവാൻ സാധിക്കും. ഇന്നോവേഷൻ, സാധാരണ പറയാം ഇന്നോവേറ്റ് അല്ലെങ്കിൽ പെറിഷ് എന്ന് പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോഴും ആധുനികമായ മാർഗങ്ങൾ അതിന് തിരഞ്ഞെടുത്തില്ലെങ്കിൽ അവസാനം നാശമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ, ഓരോ ദിനവും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു റീറ്റെയിൽ ബ്രാൻഡ്, അവർക്ക് എല്ലാതരം ബ്രാൻഡുകളും എല്ലാ മേഖലയിലും ഉള്ളത്, ഫുഡുണ്ട്, ഹൗസ് ഹോൾഡുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകളുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം അവരുടെ വിറ്റുവരവ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഷോപ്പുകളുടെ വിസ്തൃതി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അവർ കച്ചവടം ചെയ്തിരുന്നത് റീറ്റെയിൽ, അവരുടെ ഷോപ്പിൽ കയറി ചെന്നാൽ ധാരാളം ആളുകൾ എപ്പോഴും ഉണ്ടാവും. ഇന്ന് അത് കാണുന്നില്ല. ഇന്ന് കാണുന്നത് അപൂർവം ആളുകൾ വരുന്നു, ധാരാളം സാമ്പിളുകളുണ്ട്, ആ സാമ്പിളുകൾ ചിലർ നോക്കുന്നു, എന്നിട്ട് അവർ അവിടെ നിന്ന് വാങ്ങിക്കാതെ ഓൺലൈനിൽ വാങ്ങിക്കുന്നു. അതേ സമയത്ത് മുൻകാലങ്ങളിൽ അവർ ഷോപ്പിൽ വെച്ച് വിറ്റിരുന്ന സാധനങ്ങളുടെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനിൽ ഇത്തരം സാധനങ്ങളെല്ലാം ലഭിക്കുന്നു. അപ്പോൾ ആ ഓൺലൈൻ സംവിധാനം പ്രത്യേകിച്ചും കോവിഡിന് ശേഷം വളരെയധികം വികസിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഹമ്മദ് ബിൻ അബ്ബാർ എംആറിൻ്റെയും നൂണിൻ്റെയും എല്ലാം സ്ഥാപകനായിട്ടുള്ള വ്യക്തി അടുത്തിടെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇനി അടുത്ത് ഉണ്ടാവുന്ന ഫ്ലാറ്റുകളിലും വില്ലകളിലും എല്ലാം കിച്ചൺ എന്നുള്ള ഒരു സംവിധാനം തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ കിച്ചൻ്റെ അകത്ത് ഒരു ചെറിയ പാൻട്രി ഉണ്ടാവും, അതുപോലെ അതിനോടനുബന്ധിച്ച് അറ്റാച്ച്ഡായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും. ഇന്ന് ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള എന്താണോ വേണ്ടത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൽ കുളിക്കാൻ പോകുന്ന മുമ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടി ടേബിൾ ഇരിക്കാൻ 15 മിനിറ്റേ ഉള്ളൂ എങ്കിൽ ആ 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ ടേബിളിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് വളർന്നു വരികയാണ്. എന്നതുപോലെ തന്നെ ഒരു സാധനം വാങ്ങിച്ചു, ആ സാധനം ഓൺലൈനിൽ വാങ്ങിച്ചു, അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം പുതിയ സാധനം നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്കൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രഷ് ഹോം എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്
കോവിഡിന് ശേഷം ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള നിരവധി സ്ഥാപനങ്ങളും ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യു എയിലുള്ള പല സ്ഥലത്തും പല വീട്ടമ്മമാരും ഫിഷോ മട്ടനോ ചിക്കനോ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിളോ ഇതെല്ലാം ഇങ്ങനെയുള്ള ഫ്രഷ് ഹോം പോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ച് വരുത്തുന്നു. എന്നിട്ട് അവരുടെ ഭക്ഷണത്തിനും എല്ലാം തന്നെ എല്ലാ കാര്യങ്ങൾക്കും മണിക്കൂറുകൾ ആവശ്യം വേണ്ടി വരുന്നത് മിനിറ്റുകൾക്കകം ചെയ്തു തീർക്കാനുള്ള സൗകര്യങ്ങൾ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇന്ന് പുതിയ ഭാവങ്ങളും രൂപങ്ങളും സംവിധാനങ്ങളും നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്നു. അത് ഹാബിറ്റാക്കി മാറ്റിയിരിക്കുന്നു. അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ റെവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓഹരി കമ്പോളത്തിൽ ആണ് ഞങ്ങളുടെ ബിസിനസ്. കോവിഡിന് മുമ്പ് കസ്റ്റമറെ പോയി കാണണം, കസ്റ്റമറുമായി ധാരാളം സമയം ചെലവഴിക്കണം. അതിന് ശേഷമാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്തിയിരുന്നത്. കോവിഡിന് ശേഷം ഞങ്ങളുടെ ഓഫീസിൽ ആരും ഇല്ലാത്ത അവസ്ഥ വന്നു. എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് കസ്റ്റമറെ വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബിസിനസ്സിന് ഒരു തരത്തിലുള്ള ഇടിവും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പോലുള്ളത് മാത്രമല്ല, ഈ ഒരു 4 വർഷത്തിലിടയ്ക്ക് ബാങ്കുകളുടെ ബ്രാഞ്ചുകളുടെ എണ്ണം കുറഞ്ഞു, ബാങ്കുകളുടെ വിസ്തൃതി കുറഞ്ഞു. എത്രയോ ബാങ്ക് സ്റ്റാഫ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഫിലിപ്പീനിലും അവരുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ വന്നു. എന്നാൽ തന്നെ ഒരു കാര്യവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിർവിഘ്നം നടത്തുവാനുള്ള സാഹചര്യം എല്ലാ ബാങ്കിലും ഉണ്ട് താനും. ഞാൻ എൻ്റെ ബാങ്കിൽ ഇന്നലെ പോയി 6 മാസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സീലോട് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചത് 3 മിനിറ്റാണ്. ഞാൻ എൻ്റെ വാച്ചിൽ നോക്കി, എനിക്ക് ചിലവഴിക്കേണ്ടി വന്നത് വെറും 3 മിനിറ്റാണ്. നേരത്തെ അവസ്ഥ അതായിരുന്നല്ല. ക്യൂവിൽ നിൽക്കണം, ടോക്കൺ എടുക്കണം. ആ ടോക്കൺ വിളിക്കുമ്പോൾ ഒരു ഫിസിക്കലായിട്ട് ഒരാളെ കാണണം. അങ്ങനെ അയാൾ പ്രിൻ്റ് എടുക്കുന്നു. അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 3 മിനിറ്റിലേക്ക് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഞാനത് സൂചിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആഗ്രഹിച്ചാലും മാത്രം പോരാ, ഏത് തരത്തിൽ നൂതനമായ ആശയങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും, കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ദുബായ്, UAE അതിന് ഏറ്റവും കണ്ടെത്താനുള്ള അനുയോജ്യമായ സ്ഥലമാണ്. ഒരു മാസത്തിൽ നിരവധി എക്സിബിഷനുകൾ UAEയിൽ നടക്കുന്നുണ്ട്. ഈ എക്സിബിഷനുകൾ സന്ദർശിക്കൽ ഒരു സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ നിരവധി നൂതന ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, നൂതന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിജയിയാക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വയം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നിരന്തരമായ അന്വേഷണം, വിജയപാത കണ്ടെത്തുവാൻ കൂടെ നമുക്കുണ്ടാവണം. ആ വിജയപാത കണ്ടെത്താനുള്ള പ്രയത്നത്തിൽ ഭയം എന്ന ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ തലച്ചോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നീടാവട്ടെ എന്ന് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഇമ്പോസിബിൾ എന്ന കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അതിന് പകരം നമ്മൾ പുതിയ ചില കാര്യങ്ങൾ, എവറിത്തിങ് പോസിബിൾ
ഐ ക്യാൻ എവറിത്തിങ് എന്നുള്ള ഒരു ചിന്ത, എവറിത്തിങ് പോസിബിൾ എന്ന് നമ്മൾ നിരന്തരം നമ്മുടെ മനസ്സിൽ പ്രതിജ്ഞ പോലെ അല്ലെങ്കിൽ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് സാധിക്കാത്ത ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മളുടെ നിക്ഷേപത്തിലായിട്ട് സേവിങ്സിലാവട്ടെ, അതിനെ സംബന്ധിച്ചെല്ലാം നിരന്തരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനനുസരിച്ച് എല്ലാ മേഖലയിലും നമ്മളുടെ 2025 കഴിയുമ്പോഴേക്ക് ഞാൻ ഇത്ര കോടി റുപ്യയുടെ നിക്ഷേപമുള്ളവനായി തരണം, അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള ജോലിയേക്കാൾ എത്രയോ ഉയർന്ന ജോലിയിൽ ഞാൻ എത്തിച്ചേരണം, അല്ലെങ്കിൽ ഞാനൊരു സംരംഭകനായി മാറിയിരിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ വ്യക്തിയും മനസ്സിൽ തീരുമാനിക്കുകയും അത് നേടിയെടുക്കാനുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇപ്പോൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നവരിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എല്ലാം കൂടെയും അതുപോലെ മറ്റുള്ള മീഡിയയിൽ കൂടെയും കാണാൻ അവസരം കിട്ടുന്നവർ എല്ലാം തന്നെ ജീവിത വിജയം ഉണ്ടാക്കണം എന്ന് ശക്തിയായി എല്ലാവരോടും നിർദ്ദേശിച്ചുകൊണ്ടും അതിനുവേണ്ടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടും എല്ലാ വിജയവും കൈവരിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പ്രേക്ഷകർക്ക് നല്ലൊരു സന്ദേശം എല്ലാ മേഖലകളിലും, സാർ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തെ സ്വായത്തമാക്കാൻ ആളുകളൊക്കെ തന്നെ പരിശ്രമിക്കുക. ഒപ്പം ഓഹരി വിപണിയും അതിൻ്റെ സാധ്യതകളും ഒക്കെ പുതിയ യുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് തന്നെ കോടിപതികളായി മാറാൻ കഴിയുന്ന വലിയൊരു സാങ്കേതിക വിദ്യ തന്നെയാണ് ആളുകൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നത്. അത് എത്രയും വേഗം ആളുകൾ ഉപയോഗിക്കുക, അതിനനുസരിച്ച് പ്രയത്നിക്കുക, സ്വപ്നങ്ങൾ കീഴടക്കാൻ ആളുകൾക്ക് കഴിയട്ടെ എന്നുള്ളൊരു വലിയൊരു പോസിറ്റീവ് സന്ദേശം തന്നെയാണ് സാർ ഇന്ന് യുവർ മണിയിലൂടെ പ്രേക്ഷകർക്ക് പങ്കുവച്ചത്. ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെർച്വൽ ജീവിതവുമായി ബന്ധപ്പെടാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ബന്ധപ്പെടാവുന്നതാണ്. 05064678001. ഒപ്പം ദുബായ്, അബുദാബി, ഷാർജ ഓഫീസുകളുടെ നമ്പർ കൂടി സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ kvshams@gmail.com എന്ന ഇമെയിൽ ID കൂടി നൽകിയിട്ടുണ്ട്. ഇതിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കൃത്യമായ മറുപടി വെർച്വൽ ജീവിതത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതാണ്. 2025 ആദ്യത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി പങ്കെടുത്തത് UAE തന്നെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും വെർച്വൽ ജിജിത്ത് ഫിനാൻഷ്യൽ സർവീസിന്റെ ഫൗണ്ടർ ഡയറക്ടറും അതോടൊപ്പം തന്നെ പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായിരിക്കുന്ന KV ഷംസുദ്ദീൻ സാറാണ്. സാർ യുവർ മണിയിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് യുവർ മണിയുടെ പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.